നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മാർച്ച് മാസത്തെ പൂരാടം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനമുണ്ടെങ്കിലും ഈ മാസത്തിൽ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കാനുള്ളൊരു യോഗമാണുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതുവാണ്. ഭാഗ്യാധിപതി 4-ാം ഭാവത്തിലുണ്ടെങ്കിലും ശത്രുവിനോട് യോഗം ചെയ്തിട്ടാണ്. ശനി 4-ാം ഭാവത്തിൽ കണ്ടകശനിയുടെ ദോഷത്തെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സൂര്യനും കൂടി നിൽക്കുമ്പോൾ കുടുംബസംബന്ധമായിരിക്കുന്ന ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിലും ആദ്യം സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, അങ്ങനെ ഈ സ്വത്തുമായിട്ട് അവകാശികളായിരിക്കുന്ന വ്യക്തികളുമായിട്ട് അഭിപ്രായം വ്യത്യാസം പോലെയുള്ള വിഷയങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമായതുകൊണ്ടാണ് ആദ്യം കുറേ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം കാണുന്നത്. എന്തായാലും ഭാഗ്യാധിപതി 4 നിൽക്കുമ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന ഭാഗ്യം അനുഭവിക്കാൻ യോഗം ഉണ്ടാകും. അതേപോലെ തന്നെ കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് നല്ല ഉത്സാഹത്തോടു കൂടി പെരുമാറിയാലും പ്രവർത്തിച്ചാലും ആ പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം ഫലം കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അപ്പോൾ അത് കാരണം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായിക്കേണ്ട വ്യക്തികൾ, പ്രത്യേകിച്ചും ജ്യേഷ്ഠ സഹോദര സ്ഥാനത്ത് തന്നിൽ പ്രായം കൂടിയിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റമൊക്കെ നമുക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലത്തിന് യോഗം തന്നെയാണ്. എന്നാലും 7-ാം ഭാവാധിപതി ശനിയോട് സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം ഒരു സന്യാസ യോഗം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയായോഗം എന്ന് പറയുന്നൊരവസ്ഥയ്ക്ക് യോഗമുണ്ട്, കുറച്ച് ദിവസത്തേക്കെങ്കിലും. എന്നാൽ പുതിയ പ്രേമബന്ധങ്ങൾക്ക് യോഗമുണ്ട്. അതിനോടൊപ്പം തന്നെ കാമുകിയും കാമുകന്മാരും തമ്മിൽ ചിലപ്പോൾ കലഹിക്കുക, അതുകൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയം കൂടിയാണ്. ഭാഗ്യാധിപതി 4-ാം ഭാവത്തിൽ ശനിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കൊണ്ട് വീട് വിട്ടു നിൽക്കാൻ യോഗമുള്ള സമയമാണ്. വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. അതേപോലെ പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്കുള്ള രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളും കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സഹായികളുടെ ഭാഗത്തുനിന്നും എന്ത് ചെയ്യരുത്, നമ്മൾക്ക് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കളവ് പോവുക, ഭൂമി നഷ്ടം വരിക, ധനനഷ്ടം വരിക, സ്വർണം നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളത് കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും മേൽപ്പറയപ്പെട്ട ദോഷം വരാതെ ഇരിക്കാനായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, സുബ്രഹ്മണ്യന് അഭിഷേകവും നാരങ്ങാമാലയും നെയ്വിളക്കും കഴിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുക, നല്ല ക്ഷേത്ര ദർശനം ഉണ്ടാകുക, ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ, നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ഈ സമയത്ത് യോഗം കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഈ മാസം കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ദൈവാധീനമുണ്ട്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം വരിക്കാനായിട്ട് യോഗമുണ്ട്. കാരണം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം നിവർത്തിസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് എല്ലാ അനുകൂലം ഫലങ്ങളും നടത്താനായിട്ട് ഈ മാസത്തിൽ യോഗം. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.